ഓം ശാന്തി 10/8/2025 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 31/10/2006. മുരളിയുടെ ടൈറ്റിലാണ് സദാ സ്നേഹിയാകുന്നതിനോടൊപ്പം അഖണ്ഡ മഹാദാനിയാകൂ, എങ്കിൽ വിഘ്നവിനാശക സമാധാന സ്വരൂപമായി മാറും. ഇന്ന് പ്രേമസാഗരൻ തന്റെ പരമാത്മ പ്രേമത്തിന് അർഹരായ കുട്ടികളുമായി മിലനത്തിന് വന്നിരിക്കുകയാണ്. താങ്കൾ എല്ലാവരും സ്നേഹത്തിന്റെ അലൗകിക വിമാനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാധാരണ വിമാനത്തിലാണോ വന്നത്, അതോ സ്നേഹത്തിന്റെ വിമാനത്തിൽ പറന്ന് എത്തിച്ചേർന്നതാണോ? എല്ലാവരുടെയും ഹൃദയത്തിൽ സ്നേഹത്തിന്റെ തിരമാലകൾ അലയടിക്കുന്നു. ഈ സ്നേഹമാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ അടിത്തറ. നിങ്ങൾ എല്ലാവരും വന്ന സമയത്ത് സ്നേഹമാണ് ആകർഷിച്ചത്. പിന്നീടാണ് ജ്ഞാനം കേട്ടത്. സ്നേഹമാണ് പരമാത്മ സ്നേഹി ആക്കിയത്. നമ്മൾ പരമാത്മ സ്നേഹത്തിന് അർഹരാകും എന്നത് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തു പറയുന്നു? ആയിത്തീർന്നു. സ്നേഹം സാധാരണ സ്നേഹമല്ല, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്. ആത്മീയ സ്നേഹമാണ്, സത്യമായ സ്നേഹമാണ്, നിസ്വാർത്ഥ സ്നേഹമാണ്. ഈ പരമാത്മ സ്നേഹം വളരെ സഹജമായി ഓർമ്മയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നതാണ്. സ്നേഹമുള്ളവർക്ക് ഓർമ്മിക്കുന്നത് ബുദ്ധിമുട്ടല്ല, മറക്കുന്നത് ബുദ്ധിമുട്ടാകും. സ്നേഹം ഒരു അലൗകിക കാന്തമാണ്. സ്നേഹം സഹജ യോഗി ആക്കുന്നു, പരിശ്രമിക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കുന്നു. സ്നേഹത്തോടെ ഓർമ്മിക്കുന്നതിന് പരിശ്രമം ഉണ്ടാകില്ല. സ്നേഹത്തിന്റെ ഫലമാണ് കഴിക്കുന്നത്. സ്നേഹത്തിന്റെ അടയാളമാണ് വിശേഷമായി നാനാഭാഗത്തുമുള്ള കുട്ടികൾ, ഡബിൾ വിദേശികളും സ്നേഹം കാരണം ഓടി എത്തിച്ചേർന്നതാണ്. നോക്കൂ, എങ്ങനെയാണ് 90 ദേശങ്ങളിൽ നിന്ന് ഓടി എത്തിച്ചേർന്നിരിക്കുന്നത്. ദേശത്തിലുള്ള കുട്ടികൾ പ്രഭു പ്രേമത്തിന് അർഹരായവരാണ്. ഇന്ന് പക്ഷെ പ്രത്യേകിച്ച് ഡബിൾ വിദേശികൾക്കുള്ള സുവർണ അവസരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി സ്നേഹമുണ്ടല്ലോ. സ്നേഹമില്ലേ? എത്ര സ്നേഹമാണ്! ആരോടെങ്കിലും ഉപമിക്കാൻ കഴിയുമോ? ഒന്നിനോടും ഉപമിക്കാൻ കഴിയില്ല. താങ്കളുടെ ഒരു പാട്ടില്ലേ, ആകാശത്തിൽ ഇത്രയും നക്ഷത്രങ്ങളില്ല, സാഗരത്തിൽ ഇത്രയും ജലമില്ല. പരിധികളില്ലാത്ത സ്നേഹമാണ്. ബാബ്ദാദ സ്നേഹികളായ കുട്ടികളുമായി മിലനത്തിനാണ് വന്നത്. കുട്ടികളായ നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവം ഓർമ്മിച്ചു. ബാബ്ദാദയും നിങ്ങളുടെ സ്നേഹം കാരണം എത്തിച്ചേർന്നു. ഈ സമയത്ത് ഓരോരുത്തരുടെയും മുഖത്തിലൂടെ സ്നേഹത്തിന്റെ രേഖകൾ തിളങ്ങുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ എന്താണ് ചേർക്കേണ്ടത്? സ്നേഹമുണ്ട്, ഇത് ഉറപ്പാണ്. ബാബ്ദാദയും സർട്ടിഫിക്കറ്റ് നൽകുന്നു, സ്നേഹമുണ്ട്. ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ അടിവരയിടുക മാത്രം ചെയ്യണം. സദാ സ്നേഹി ആയിരിക്കണം. സദാ, ഇടയ്ക്കിടയ്ക്ക് അല്ല. സ്നേഹം അഖണ്ഡമായതാണ്. അതിൽ ശതമാനത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട്. വ്യത്യാസം ഇല്ലാതാക്കുന്നതിനുള്ള മന്ത്രം എന്താണ്? ഈ സമയത്ത് മഹാദാനിയും അഖണ്ഡ ദാനിയുമാകൂ. സദാ ദാതാവിന്റെ കുട്ടികൾ വിശ്വസേവാധാരികൾ സമാനരാണ്. ഒരിക്കലും മാസ്റ്റർ ദാതാവാകാതെ ഇരിക്കുന്ന സമയമുണ്ടാകരുത്. വിശ്വമംഗളത്തിന്റെ കാര്യത്തിൽ നിങ്ങളും ബാബയോടൊപ്പം സഹായി ആക്കുന്നതിനുള്ള സങ്കല്പം ചെയ്തതാണ്. മനസ്സിലൂടെ ശക്തികളുടെ ദാനവും സഹയോഗവും നൽകൂ. എത്ര അഖണ്ഡ ഖജനാവുകളുടെ അധികാരിയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരാണ്. അക്ഷയവും അഖണ്ഡവുമായ ഖജനാവാണ്. കൊടുക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും, കുറവ് വരില്ല.
വർദ്ധിച്ചുകൊണ്ടിരിക്കും. വർത്തമാന സമയത്ത് നിങ്ങളുടെ ആത്മീയ സഹോദരീ സഹോദരന്മാർ ഈ ഖജനാവുകൾക്ക് ദാഹിക്കുന്നവരാണ്. നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരോട് ദയ തോന്നുന്നില്ലേ? ദാഹിക്കുന്ന ആത്മാക്കളുടെ ദാഹം തീർക്കുകയില്ലേ? കാതുകളിൽ ശബ്ദം കേൾക്കുന്നില്ലേ? ഹേ ഞങ്ങളുടെ ദേവീ ദേവന്മാരെ, ഞങ്ങൾക്ക് ശക്തി തരൂ, സത്യമായ സ്നേഹം തരൂ. താങ്കളുടെ ഭക്തരും ദുഃഖിതരായ ആത്മാക്കളും രണ്ടു കൂട്ടരും ദയ കാണിക്കൂ, കൃപ കാണിക്കൂ, ഹേ കൃപയുടെ ദേവീ ദേവന്മാരെ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. സമയത്തിന്റെ വിളി കേൾക്കുന്നില്ലേ? കൊടുക്കാനുള്ള സമയം ഇപ്പോഴാണ്. പിന്നെ എപ്പോൾ കൊടുക്കും? നിങ്ങളുടെ അടുത്ത് ശേഖരിക്കപ്പെട്ട ഇത്രയും അഖണ്ഡവും അക്ഷയവുമായ ഖജനാവ് എപ്പോൾ കൊടുക്കും? അന്തിമ സമയത്ത് കൊടുക്കുമോ? ആ സമയത്ത് കൈക്കുമ്പിളിൽ കൊള്ളുന്നത് മാത്രമേ കൊടുക്കാനാകൂ. നിങ്ങൾ ശേഖരിച്ച ഖജനാവുകൾ എപ്പോൾ കാര്യത്തിൽ ഉപയോഗിക്കും? പരിശോധിക്കണം. ഓരോ സമയവും എന്തെങ്കിലുമൊക്കെ ഖജനാവുകൾ സഫലമാക്കുന്നുണ്ടോ? ഇതിൽ രണ്ട് നേട്ടമാണ് ഉള്ളത്. ഖജനാവ് സഫലമാക്കുന്നതിലൂടെ ആത്മാക്കളുടെ മംഗളം ഉണ്ടാവുകയും ഒപ്പം നിങ്ങൾ എല്ലാവരും മഹാദാനിയാകുന്നത് കാരണം വിഘ്ന വിനാശകരാകും. സമസ്യ സ്വരൂപമല്ല, സമാധാന സ്വരൂപം സഹജമായി ആകും. ഡബിൾ പ്രയോജനമാണ്. ഇന്നിത് വന്നു, നാളെ അത് വന്നു. ഇന്നിത് സംഭവിച്ചു, നാളെ അത് സംഭവിക്കും. സദാകാലത്തേക്ക് വിഘ്നമുക്തരും സമസ്യാമുക്തരുമാകും. ആരാണോ സമസ്യയ്ക്ക് പിന്നാലെ സമയം കളയുന്നത്, പരിശ്രമിക്കുന്നുണ്ട്, ചിലപ്പോൾ ഉദാസീനരാകുന്നു, മറ്റു ചിലപ്പോൾ ഉത്സാഹത്തോടെ ഇരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. കാരണം ബാപ് ദാദയ്ക്ക് കുട്ടികൾ പരിശ്രമിക്കുന്നത് ഇഷ്ടമാകുന്നില്ല. കുട്ടികൾ പരിശ്രമിക്കുന്നത് ബാപ് ദാദ കാണുമ്പോൾ കുട്ടികളുടെ പരിശ്രമം ബാപ് ദാദയ്ക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. അതിനാൽ പരിശ്രമങ്ങളിൽ നിന്ന് മുക്തരാകൂ. പുരുഷാർത്ഥം ചെയ്യണം. എന്നാൽ ഏതു പുരുഷാർത്ഥമാണ്? ഇപ്പോഴും തന്റെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളിൽ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ അഖണ്ഡ മഹാദാനിയും സഹയോഗിയുമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ബ്രാഹ്മണരുടെ സഹയോഗിയാകൂ. ദുഃഖിതരും ദാഹിക്കുന്നവരുമായ ആത്മാക്കളോട് മഹാദാനിയാകൂ. ഇപ്പോൾ ഈ പുരുഷാർത്ഥത്തിന്റെ ആവശ്യമാണ് ഉള്ളത്. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമാണോ? പുറകിലിരിക്കുന്നവർക്ക് ഇഷ്ടമാണോ? ഇപ്പോൾ ചില മാറ്റങ്ങളും വേണം. സ്വയത്തിനായുള്ള പുരുഷാർത്ഥം വളരെ കാലമായി ചെയ്യുന്നു. പാണ്ഡവർ എങ്ങനെയുണ്ട്? ഇഷ്ടമാണോ? നാളെ മുതൽ എന്തു ചെയ്യും? നാളെ മുതൽ തന്നെ തുടങ്ങുമോ അതോ ഇപ്പോൾ മുതലാണോ? ഇപ്പോൾ തന്നെ സങ്കൽപ്പിക്കൂ, എന്റെ സമയവും സങ്കല്പവും വിശ്വസേവനത്തിനു വേണ്ടിയുള്ളതാണ്. ഇതിൽ സമയത്തിന്റേത് സ്വാഭാവികമായി തന്നെ നടക്കും. നിൽക്കില്ല, വർദ്ധിക്കും. കാരണം നിങ്ങൾ ആരുടെയെങ്കിലും ആശ പൂർത്തീകരിക്കുകയാണ്. ദുഃഖത്തിന് പകരം സുഖം കൊടുക്കുകയാണ്. ബലഹീന ആത്മാക്കൾക്ക് ശക്തി കൊടുക്കുകയാണ്, ഗുണം കൊടുക്കുകയാണ്. എങ്കിൽ അവർ എത്ര ആശീർവാദം തരും? സർവരുടെയും ആശീർവാദങ്ങൾ നേടുന്നത് മുന്നോട്ടു പോകുന്നതിനുള്ള ഏറ്റവും സഹജമായ മാർഗമാണ്. പ്രഭാഷണങ്ങൾ ചെയ്തില്ലെങ്കിലും കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലും കുഴപ്പമില്ല. ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെയും ചെയ്യൂ. ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല. ഖജനാക്കൾ സഫലമാക്കൂ. കേൾപ്പിച്ചതല്ലേ? മനസ്സുകൊണ്ട് ശക്തികളുടെ ഖജനാവുകൾ കൊടുത്തുകൊണ്ടിരിക്കൂ. വാക്കിലൂടെ ജ്ഞാനത്തിന്റെ ഖജനാവും, കർമ്മത്തിലൂടെ ഗുണങ്ങളുടെ ഖജനാവും, ബുദ്ധി കൊണ്ട് സമയത്തിന്റെ ഖജനാവും, സംബന്ധ സമ്പർക്കത്തിലൂടെ സന്തോഷത്തിന്റെ ഖജനാവും സഫലമാക്കൂ. സഫലമാക്കുന്നതിലൂടെ സഹജമായി സഫലതാമൂർത്തിയായി മാറും.
സഹജമായി പറന്നുകൊണ്ടിരിക്കും. കാരണം ആശീർവാദങ്ങൾ ഒരു ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കും, ഏണിപ്പടിയല്ല. പ്രശ്നങ്ങൾ വരുന്നു, അത് സമാപ്തമാക്കുന്നു. ചിലപ്പോൾ 2 ദിവസമെടുക്കും, ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും. ഈ ഏണിപ്പടി കയറേണ്ടതാണ്. സഫലമാക്കൂ, സഫലതാ മൂർത്തിയാകൂ. ആശീർവാദങ്ങളുടെ ലിഫ്റ്റിലൂടെ ആഗ്രഹിക്കുന്നിടത്ത് സെക്കൻഡിൽ എത്തിച്ചേരും. ആഗ്രഹിക്കുമ്പോൾ സൂക്ഷ്മവതനത്തിൽ എത്തിച്ചേരൂ. ആഗ്രഹിക്കുമ്പോൾ പരംധാമത്തിൽ എത്തിച്ചേരൂ. ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിച്ചേരൂ. എല്ലാം സെക്കൻഡിൽ. ലണ്ടനിൽ 1 മിനിറ്റിന്റെ പ്രോഗ്രാം ചെയ്തിരുന്നു. ബാബ്ദാദ പറയുന്നു, 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ ആശീർവാദങ്ങളുടെ ലിഫ്റ്റിൽ കയറൂ. സ്മൃതിയുടെ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രം മതി. പ്രയത്നങ്ങളിൽ നിന്ന് മുക്തമാകൂ. ഇന്ന് ഡബിൾ വിദേശികളുടെ ദിവസമാണ്. ബാബ്ദാദ ഡബിൾ വിദേശികളെ ആദ്യം ഏത് രൂപത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? പ്രയത്നങ്ങളിൽ നിന്ന് മുക്തരും സഫലതാമൂർത്തി ആശീർവാദങ്ങൾക്ക് യോഗ്യർ ആകില്ലേ? ഡബിൾ വിദേശികൾക്ക് ബാബയോട് സ്നേഹം വളരെ കൂടുതലാണ്. ശക്തി വേണം, പക്ഷേ സ്നേഹം നന്നായി ഉണ്ട്. അതിശയം ചെയ്തില്ലേ? നോക്കൂ, 90 ദേശങ്ങളിൽ നിന്നുള്ളവരാണ്. വെവ്വേറെ ദേശങ്ങളാണ്. വ്യത്യസ്ത സമ്പ്രദായങ്ങളിലുള്ളവരാണ്. എങ്കിലും 5 ഭൂഖണ്ഡങ്ങളിലെ ഒരു ചന്ദനവൃക്ഷം തയ്യാറായി. ഒരു വൃക്ഷത്തിലേതായി, ഒരേ ബ്രാഹ്മണ സംസ്കാരത്തിലേതായി. ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരമുണ്ടോ? ഞങ്ങളുടേത് പാശ്ചാത്യ സംസ്കാരമാണ്. അല്ലല്ലോ, ബ്രാഹ്മണരല്ലേ? ആരാണോ നമ്മുടേത് ഇപ്പോൾ ബ്രാഹ്മണ സംസ്കാരമാണ് എന്ന് മനസ്സിലാക്കുന്നത്, അവർ കൈ ഉയർത്തൂ. ബ്രാഹ്മണ സംസ്കാരം, അതിൽ മറ്റൊന്നും കൂട്ടിച്ചേർക്കരുത്. ഒരുപോലെയല്ലേ? ബാബ്ദാദ ഇതിനുള്ള ആശംസകൾ നൽകുന്നു. എല്ലാവരും ചേർന്ന് ഒരു വൃക്ഷമായി മാറി. എത്ര നല്ലതാണ്! ആരോട് വേണമെങ്കിലും ചോദിക്കൂ. അമേരിക്കയിലുള്ളവരോട് ചോദിക്കൂ, യൂറോപ്പിലുള്ളവരോട് ചോദിക്കൂ, താങ്കൾ ആരാണ്? എന്തു പറയും? ബ്രാഹ്മണനാണല്ലോ. അതോ UK-യിലേതാണ്, ആഫ്രിക്കക്കാരൻ, അമേരിക്കക്കാരൻ എന്ന് പറയുമോ? അല്ലല്ലോ, എല്ലാവരും ബ്രാഹ്മണർ മാത്രമാണ്. ഒരഭിപ്രായമുള്ളവരായി, ഒരു സംസ്കാരമുള്ളവരായി. ബ്രാഹ്മണർ ആണ്. ഏകമതം ശ്രീമതമാണ്. ഇത് രസകരമല്ലേ? രസകരമായതാണോ? പ്രയാസമാണോ? പ്രയാസമില്ലല്ലോ. തല കുലുക്കുന്നുണ്ട്. നല്ലതാണ്. ബാബ്ദാദ സേവനത്തിൽ എന്ത് നവീനതയാണ് ആഗ്രഹിക്കുന്നത്? ഏത് സേവനം ചെയ്താലും വളരെ 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 നല്ലതായി ചെയ്യുന്നുണ്ട്. അതിന്റെ ആശംസകളുണ്ട്. മുന്നോട്ടേക്ക് എന്താണ് ചേർക്കേണ്ടത്? നിങ്ങളുടെയും മനസ്സിലുണ്ടല്ലോ ഏതെങ്കിലും പുതുമ വേണമെന്ന്. ബാബ്ദാദ കണ്ടു. ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിലും സമയം കൊടുത്ത് സ്നേഹത്തോടെ ചെയ്തതാണ്. പ്രയത്നിക്കുകയും സന്തോഷത്തോടെ ചെയ്യുകയും ചെയ്തു. സ്ഥൂല ധനവും ഉപയോഗിച്ചു. അത് കോടി മടങ്ങായി നിങ്ങളുടെ പരമാത്മാവിന്റെ ബാങ്കിൽ ശേഖരണമായി. അത് ഉപയോഗിക്കുക അല്ല, ശേഖരിക്കുകയാണ്. ഫലം നോക്കുമ്പോൾ കണ്ടു. സന്ദേശം എത്തിക്കുന്ന കാര്യവും പരിചയം കൊടുക്കുന്ന കാര്യവും എല്ലാവരും വളരെ നല്ലതായി ചെയ്തു. ചെയ്ത ഇടങ്ങളിലെല്ലാം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്, ലണ്ടനിൽ ചെയ്തു. ഡബിൾ വിദേശികൾ, കോൾ ഓഫ് ടൈം, പീസ് ഓഫ് മൈൻഡ് എന്നീ പ്രോഗ്രാമുകൾ ചെയ്തു. ഈ പ്രോഗ്രാമുകളെല്ലാം ബാബ്ദാദയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ ചെയ്തുകൊണ്ടിരിക്കൂ. സന്ദേശം കിട്ടുന്നു, സ്നേഹി ആകുകയും ചെയ്യുന്നു, സഹയോഗിയും ആകുന്നു. കുറച്ചുപേർ സംബന്ധത്തിലേക്ക് വരികയും ചെയ്യുന്നു. പക്ഷെ ഇനി ഇതും കൂട്ടിച്ചേർക്കണം. ഏതെങ്കിലും വലിയ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിലൂടെ സന്ദേശം കിട്ടുന്നു. ഒപ്പം
എന്തെങ്കിലും അനുഭവം ചെയ്തിട്ട് പോകണം. ആ അനുഭവം മുന്നോട്ട് കൊണ്ടുപോകും. ഏതുപോലെ ഈ കോൾ ഓഫ് ടൈം, പീസ് ഓഫ് മൈൻഡ് പ്രോഗ്രാമുകളിൽ അനുഭവം ചെയ്യുന്നത് കൂടുതലാണ്. വലിയ പരിപാടികളിലൂടെ വളരെ നല്ലതായി സന്ദേശം കിട്ടുന്നുണ്ട്. വരുന്നവർക്കെല്ലാം വളരെ നല്ലതായി അനുഭവം ചെയ്യിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം വെക്കൂ. എന്തെങ്കിലും ഒരു അനുഭവം ചെയ്യണം. കാരണം അനുഭവം ഒരിക്കലും മറക്കില്ല. അനുഭവം അങ്ങനെയാണ്, ആഗ്രഹിക്കാതെ തന്നെ അതിലേക്ക് ആകർഷിക്കും. ബാബ്ദാദ ചോദിക്കുകയാണ്, ആദ്യമേ ബ്രാഹ്മണരെല്ലാവരും ജ്ഞാനത്തിന്റെ ഏതെല്ലാം പോയിന്റുകളുണ്ടോ സ്വയം അതിന്റെ അനുഭവിയാണോ? ഓരോ ശക്തിയുടെയും അനുഭവം ചെയ്തോ? ഓരോ ഗുണത്തിന്റെയും അനുഭവം ചെയ്തോ? ആത്മീയ സ്ഥിതിയുടെ അനുഭവം ചെയ്തോ? പരമാത്മാ സ്നേഹത്തിന്റെ അനുഭവം ചെയ്തോ? ജ്ഞാനം മനസ്സിലാക്കുന്നതിൽ പാസായി, ജ്ഞാനത്തിൽ സമ്പന്നരായി. ഇതിൽ ബാപ്ദാദയും ശ്രദ്ധിക്കുന്നുണ്ട്. ശരിയാണ്. ആത്മാവെന്താണ്? പരമാത്മാവെന്താണ്? ഡ്രാമ എന്താണ്? ജ്ഞാനം മനസ്സിലാക്കി. എന്നാൽ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന അത്രയും ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിൽ ആത്മീയ ബലത്തിന്റെ അനുഭവം ഉണ്ടാകണം. പരമാത്മ ശക്തിയുടെ അനുഭവം ഉണ്ടാകണം. അത് ഉണ്ടാകുന്നുണ്ടോ? ഏത് സമയത്ത്, എത്ര സമയം, എത്ര അളവിൽ അനുഭവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് അനുഭവമാകുന്നുണ്ടോ? അതോ പലപ്പോഴും പല വിധത്തിലാണോ? ഞാൻ ആത്മാവാണ് എന്ന് ചിന്തിക്കുമ്പോഴും ആവർത്തിച്ച് ദേഹാഭിമാനം വരുന്നുണ്ട് എങ്കിൽ അനുഭവം എങ്ങനെ ഉപയോഗപ്പെടും? അനുഭവി മൂർത്തി ഓരോ വിഷയത്തിന്റെയും ഓരോ ശക്തികളുടെയും അനുഭവി മൂർത്തി ആയിരിക്കും. അതിനാൽ സ്വപ്നത്തിൽ പോലും അനുഭവം കൂടുതൽ വർദ്ധിപ്പിക്കൂ. പൂർണമായും അനുഭവമില്ല എന്നല്ല, ഇടയ്ക്കിടയ്ക്കുണ്ട്. സം ടൈം. ബാപ്ദാദ ആഗ്രഹിക്കുന്നത് സം ടൈം അല്ല, സംതിങ് ആകുന്നു. അതിനാൽ സം ടൈം ആകുന്നു. നിങ്ങളുടെ എല്ലാം ലക്ഷ്യമാണ്. ചോദിക്കാറുണ്ട്, ലക്ഷ്യമെന്താണ്? പറയും, ബാബയ്ക്ക് സമാനമാകണം. എല്ലാവരും ഒരു ഉത്തരമാണ് തരുന്നത്, ബാബയ്ക്ക് സമാനം. ബാബ സം ടൈം സംതിങ് ആയിരുന്നില്ല. ബ്രഹ്മബാബ സദാ രഹസ്യയുക്തവും യോഗയുക്തവും ഓരോ ശക്തിയിലും സദാ ആയിരുന്നു, ഇടയ്ക്കിടയ്ക്കല്ല. അനുഭവം ഉണ്ടാകുന്നത് സദാ കാലത്തേക്ക് കൂടെ വരും. അത് ഇടയ്ക്കിടയ്ക്കല്ല വരുന്നത്. അതിനാൽ സ്വയം അനുഭവി മൂർത്തിയായി ഓരോ കാര്യത്തിലും അനുഭവിയാകൂ. ജ്ഞാനസ്വരൂപത്തിന്റെ അനുഭവിയാകൂ. യോഗയുക്തമായിരിക്കുന്നതിന്റെ അനുഭവിയാകൂ. ധാരണാ സ്വരൂപത്തിന്റെ അനുഭവിയാകൂ. ഓൾറൗണ്ട് സേവനത്തിൽ, മനസ്സാ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിൽ സർവ്വതിലും അനുഭവിയാകൂ. എങ്കിൽ ബഹുമതിയോടെ ജയിച്ചു എന്ന് പറയാം. എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? ജയിച്ചാൽ മതിയോ? ബഹുമതിയോടെ ജയിക്കണമോ? പിന്നാലെ വരുന്നവരും ജയിക്കും. താങ്കൾ ടു ലേറ്റ് ആകുന്നതിന് മുൻപ് എത്തിയവരാണ്. ഇപ്പോൾ പുതുതായി വന്നവരാണ്. എങ്കിലും ടു ലേറ്റ് എന്ന ബോർഡ് വെച്ചിട്ടില്ല. ലേറ്റ് എന്ന ബോർഡുണ്ട്, ടു ലേറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് പുതിയവരാണെങ്കിലും ഇപ്പോഴും തീവ്ര പുരുഷാർത്ഥം ചെയ്ത് മുന്നിലേക്ക് പോകാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഫലം പ്രഖ്യാപിച്ചിട്ടില്ല. 2 സ്ഥാനം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്, അച്ഛനും അമ്മയുടേതും. സഹോദരീ സഹോദരന്മാരുടെ ആരുടെയും 3ാമത്തെ സ്ഥാനം പുറത്തു വന്നിട്ടില്ല. ദാദിമാരോട് കൂടുതൽ സ്നേഹമാണെന്ന് നിങ്ങൾ പറയുമെങ്കിലും സ്ഥാനം പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ വളരെ കാലത്തിന് ശേഷം തിരികെ കിട്ടിയവരാണ്. വളരെയധികം വാത്സല്യമുള്ള ഭാഗ്യവാന്മാരാണ്. പറക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം ഉയരത്തിൽ പറക്കൂ. കൊച്ചുകുട്ടികളെ അവരുടെ അച്ഛൻ വിരൽ പിടിച്ച് നടത്താറില്ലേ? കൂടുതൽ സ്നേഹം തരുന്നു.
മുതിർന്നവരെ വിരൽ കൊടുത്ത് നടത്തില്ല. അവർ സ്വന്തം കാലിൽ നടക്കും. പുതിയവരാണെങ്കിലും മുന്നേറാൻ സാധിക്കും. സുവർണ അവസരമാണ്. എത്രയും വേഗം ടു ലേറ്റ് ബോർഡ് വയ്ക്കും അതിനു മുമ്പേ ചെയ്യൂ. ആദ്യമായി വന്ന പുതിയവർ കൈ ഉയർത്തു. ശരി, ആശംസകൾ. ആദ്യമായി നമ്മുടെ വീടായ മധുബനിൽ വന്നിരിക്കുകയാണ്. അതിനാൽ ബാബ്ദാദയും മുഴുവൻ പരിവാരവും ദേശത്തിലുള്ളവരായാലും വിദേശികളാണെങ്കിലും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കോടാനുകോടി മടങ്ങ് ആശംസകൾ. ശരി, ഇപ്പോൾ സെക്കൻഡിൽ ഏത് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ ബാബ്ദാദ നിർദ്ദേശം തരുന്നുവോ ആ സ്ഥിതിയിൽ സെക്കൻഡിലിരിക്കാൻ സാധിക്കുമോ? അതോ പുരുഷാർത്ഥത്തിന് സമയമെടുക്കുമോ? ഇപ്പോൾ സെക്കൻഡിന്റെ അഭ്യാസമാണ് വേണ്ടത്. ഇനി വരാൻ പോകുന്ന അന്തിമ സമയത്ത് പാസ് വിത്ത് ഓണർ ആകുന്നതിന്റെ സർട്ടിഫിക്കറ്റ് നേടണം. അതിനുള്ള അഭ്യാസം ഇപ്പോൾ മുതൽ ചെയ്യണം. സെക്കൻഡിൽ എവിടെ ഏത് സ്ഥിതിയാണോ ആഗ്രഹിക്കുന്നത് ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. എവർ റെഡിയാകണം. തയ്യാറാണോ? ഇപ്പോൾ ആദ്യം ഒരു സെക്കൻഡിൽ പുരുഷോത്തമ സംഗമയുഗി ശ്രേഷ്ഠ ബ്രാഹ്മണനാണ്. ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഇപ്പോൾ ഞാൻ ഫരിഷ്ത രൂപമാണ്. ഡബിൾ ലൈറ്റ് ആണ്. ഇപ്പോൾ വിശ്വ കല്യാണകാരി ആയി. മനസ്സിലൂടെ 4 ഭാഗത്തും ശക്തിയുടെ കിരണങ്ങൾ കൊടുക്കുന്നതിന്റെ അനുഭവം ചെയ്യൂ. അതുപോലെ മുഴുവൻ ദിവസവും സെക്കൻഡിൽ സ്ഥിതി ചെയ്യാൻ കഴിയണം. ഇതിന്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. ഇതിന്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. പെട്ടെന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കും. സമയം കൂടുതൽ കിട്ടില്ല. ബഹളത്തിനിടയിലും സെക്കൻഡിൽ അചഞ്ചലമാകാൻ കഴിയണം. ഇതിന്റെ അഭ്യാസം സ്വയം സമയം കണ്ടെത്തി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കൂ. ഇതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് സഹജമാകും. നിയന്ത്രണ ശക്തിയും ഭരണശക്തിയും വർദ്ധിക്കും. ശരി, നാനാഭാഗത്തുമുള്ള കുട്ടികളുടെ കത്തുകൾ ധാരാളം വന്നു. അനുഭവവും ധാരാളം വന്നു. ബാപ്ദാദ കുട്ടികൾക്ക് പകരമായി വളരെയധികം ഹൃദയത്തിന്റെ ആശീർവാദങ്ങളും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും കോടാനുകോടി മടങ്ങായി നൽകുന്നു. ബാപ്ദാദ നോക്കുകയായിരുന്നു. നാനാഭാഗത്തുമുള്ള കുട്ടികൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവരും ഓർമ്മയിലാണ്. എല്ലാവരുടെയും ബുദ്ധി ഈ സമയത്ത് മധുബനിലാണ്. നാനാഭാഗത്തുമുള്ള ഓരോ കുട്ടിയും പേര് സഹിതമായി സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും സദാ ഉന്മേഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും ചിറകുകളിലൂടെ ഉയർന്ന സ്ഥിതിയിൽ പറന്നുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ സ്നേഹത്തിൽ ലവലീനമായിരിക്കുന്ന ലയിച്ചിരിക്കുന്ന കുട്ടികൾക്ക്, സദാ പ്രയത്നങ്ങളിൽ നിന്ന് മുക്തം, സമസ്യാമുക്തം, യോഗയുക്തം, രഹസ്യയുക്തരായ കുട്ടികൾക്ക്, സദാ ഓരോ പരിതസ്ഥിതിയിലും സെക്കൻഡിൽ പാസ്സാകുന്നവർക്ക്, ഓരോ സമയത്തും സർവശക്തി സ്വരൂപമായിരിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേയും. വരദാനം: സ്വർണിമ യുഗ സ്വഭാവത്തിലൂടെ സ്വർണിമ യുഗത്തിന്റെ സേവനം ചെയ്യുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളുടെ സ്വഭാവത്തിലാണോ ഈർഷ്യ സിദ്ധമാക്കുന്നതിന്റെയും വാശിയുടെയും ഭാവത്തിന്റെ അഥവാ പഴയ സംസ്കാരങ്ങളുടെ കലർപ്പ് ചേർന്നിട്ടില്ലാത്തത്, അവരാണ് സ്വർണിമ യുഗത്തിന്റെ സ്വഭാവം ഉള്ളവർ. അതുപോലെ സ്വർണിമ യുഗത്തിന്റെ സ്വഭാവമുള്ള സദാ ഹാഞ്ചിയുടെ സംസ്കാരമുണ്ടാക്കുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥികളായ കുട്ടികൾ സമയവും സേവനത്തിനും അനുസൃതമായി സ്വയത്തിനെ മോൾഡ് ചെയ്ത് യഥാർത്ഥ സ്വർണമായി മാറുന്നു.
സേവനത്തിൽ അഭിമാനത്തിന്റെയും അപമാനത്തിന്റെയും കലർപ്പ് കലരരുത്. അപ്പോൾ സ്വർണിമ യുഗത്തിന്റെ സേവനം ചെയ്യുന്നവർ എന്ന് പറയാം. സ്ലോഗൻ: എന്ത്, എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളെ സമാപ്തമാക്കി സദാ പ്രസന്ന ചിത്തരായിരിക്കൂ. അവ്യക്ത സൂചന: സഹജയോഗിയാകണമെങ്കിൽ പരമാത്മ സ്നേഹത്തിന്റെ അനുഭവിയാകൂ. ലവ്ലീന സ്ഥിതിയുള്ള സമാനരായ ആത്മാക്കൾ സദാ യോഗിയാണ്. യോഗം വയ്ക്കുന്നവരല്ല, ലവലീനമായിരിക്കും. വേറെ അല്ലാത്തതിനാൽ ഓർമ്മിക്കേണ്ടതില്ല. സ്വതവേ ഓർമ്മയുണ്ടാകും. കൂടെ ഉള്ളിടത്ത് സ്വതവേ ഓർമ്മയുണ്ടാകും. സമാനരായ ആത്മാക്കളുടെ സ്ഥിതി കൂടെയിരിക്കുന്നതും ലയിച്ചിരിക്കുന്നതുമാണ്. ഓം ശാന്തി.